കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഹാഷിയുടെ അടുത്തേക്ക് അവൾ ചെന്നു. എന്താടാ, എന്താ ഉണ്ടായേ? എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവനൊന്നും പറയാതെ തല താഴ്ത്തി നിന്നു. അത് കണ്ട് ദേഷ്യം വന്ന് അവൻ്റെ കോളറിൽ പിടിച്ച് ചുമരിൽ ഇടിച്ചു നിർത്തി. എന്താ ഒന്നും മിണ്ടാത്തത്? പറയടാ. എല്ലാവരും അവളോട് എന്ത് പറയുമെന്നറിയാതെ വേദനിച്ചു നിന്നു. ഹാഷി സങ്കടത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് അബി. അബിക്കെന്താ? അവൻ എന്താ പറ്റിയത്? ഹാഷി ഒന്നും പറയാതെ തൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവ് അവൾക്ക് കൊടുത്തു. അവളത് കയ്യിൽ വാങ്ങി എല്ലാവരുടെയും മുഖത്തൊന്ന് നോക്കി. ആരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൾ അത് ഹാളിലെ ടിവിയിലേക്ക് കണക്ട് ചെയ്തു. ആദി. വീഡിയോയിലെ ശബ്ദം കേട്ട് അവൾ അതിലേക്ക് നോക്കി. നിയാസ്. ആദിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് രക്തവർണ്ണമാകാൻ തുടങ്ങി. ഇത് നീ കാണുമ്പോൾ നിന്റെ ചെക്കൻ എൻ്റെ കൂടെയായിരിക്കും. എനിക്ക് നിന്നെ വേണം ആദി. അതിന് ഞാൻ അവനെ ഉപയോഗിക്കുകയാണ്. പേടിക്കണ്ട, അവനെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു കുഴപ്പവും കൂടാതെ അവൻ തിരിച്ചു വരും. നീ വിചാരിച്ചാൽ. തീരുമാനിച്ച സമയത്ത് നിക്കാഹ് നടക്കണം. അവനുമായല്ല, ഞാനുമായി. എനിക്കറിയാം നീ സമ്മതിക്കുമെന്ന്. കാരണം നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇല്ലെങ്കിൽ അവനെ നീ കാണില്ല. നീ മാത്രമല്ല, ഇനി ആരും. നിന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു. അതോടെ ആ വീഡിയോ അവസാനിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം? അവൾ ഹാഷിയെ നോക്കി ചോദിച്ചു. അബിയുടെ കൂടെ ഇമ്രാനും വിനോദുമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ അവരെ രണ്ടുപേരെയും അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. നല്ലോണം അടികൊണ്ട് അവശനായിരുന്നു അവർ. അബി കുളിക്കാൻ കയറിയ സമയത്ത് ഒരു വണ്ടി നിറയെ ആളുകൾ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവർ അബിയുടെ കൂട്ടുകാരെ കൂട്ടത്തോടെ ആക്രമിച്ചു. അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ശബ്ദം കേട്ട് അബി ഇറങ്ങി വന്നപ്പോൾ അവർ വിനുവിൻ്റെയും ഇമ്രാനിൻ്റെയും കഴുത്തിൽ കത്തി വെച്ചിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അബിയെ അവർ പിന്നിൽ നിന്ന് തലയ്ക്കടിച്ച് ബോധം കെടുത്തുകയാണ് ഉണ്ടായത്. ശേഷം അവർ കൊണ്ടുപോയി. ഈ പെൻഡ്രൈവ് വിനുവിൻ്റെ കയ്യിൽ കൊടുത്തു. നിനക്ക് തരാനായി. അവരെ അവിടെ കെട്ടിയിട്ടത് കൊണ്ട് ആരെയും അറിയിക്കാനും സാധിച്ചില്ല. എന്നിട്ട് എവിടെ അവർ രണ്ടുപേരും? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ല പരിക്കുണ്ട്. ആദി പ്രതീക്ഷയോടെ കൊച്ചുപ്പയെ നോക്കി. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ് മോളെ. അവനെ അവിടെ നിന്നും എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വിശദമായി അന്വേഷിക്കാനുള്ള സമയവും നിയാസ് നമുക്ക് തന്നിട്ടില്ല. ഇപ്പോൾ തന്നെ 10 മണിയായി. 11 മണിക്കാണ് നിക്കാഹ്. ഡാ ഷാ, എൻ്റെ മോനെ അവരെന്തെങ്കിലും? ഇല്ല, എൻ്റെ അബിക്ക് ഒന്നും സംഭവിക്കില്ല. സമ്മതമാണ് എനിക്ക് നിയാസുമായുള്ള നിക്കാഹിന്. അവനോട് വിളിച്ച് പറഞ്ഞേക്കൂ വരാൻ. വേണ്ട മോളെ, എടുത്തു ചാടി ഒന്നും തീരുമാനിക്കണ്ട. കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. സമയം, അതാണ് വാപ്പി നമ്മുടെ കയ്യിലില്ലാത്തത്. ഓരോ നിമിഷവും വൈകുന്നത് അബിക്ക് അപകടമാണ്. അവരവനെ എന്തെങ്കിലും ചെയ്താലോ? വേണ്ട, വിളിച്ചു പറഞ്ഞേക്കൂ. അവൻ്റെ ബീവിയാവാൻ എനിക്ക് സമ്മതമാണെന്ന്. അത് പറയുമ്പോൾ ആദിയുടെ മുഖത്ത് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുള്ള ഭാവമായിരുന്നു. അവളെ അറിയുന്നവർക്കെല്ലാം ആദി എന്തോ ചെയ്യാൻ പോകുകയാണ് എന്ന് ഉറപ്പായി. അവരുടെയെല്ലാം മനസ്സിലെ ഭയം വിട്ടുമാറാൻ തുടങ്ങി. കാസിം കോയയുടെ ചുണ്ടിൽ എല്ലാം മനസ്സിലായെന്ന പോലെ ഒരു ചിരി വിടർന്നു. കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അബിയെ. അവനത് അഴിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. നിന്ന് പിടയ്ക്കാതെ ചെക്ക. നീ എത്രയൊക്കെ ശ്രമിച്ചാലും അത് അഴിക്കാൻ കഴിയില്ല. അങ്ങോട്ട് വന്ന മുഹസിനും മുബാറക്കുമായിരുന്നു അത്. ഡാ, ഞാൻ എങ്ങാനും എഴുന്നേറ്റ് വന്നാൽ നിങ്ങളുടെ അവസാനമാണ്. അറിയാം, നീ നല്ല ഉശിരുള്ള ആൺകുട്ടിയാണെന്നറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു കയ്യകലത്തിൽ നിൽക്കുന്നത്. നിന്റെ പെണ്ണിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതിൻ്റെ എഫക്റ്റ് മാറി വരുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ശക്തി പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അറിയാലോ നിങ്ങൾക്ക് അവളെ. വെറുതെ തടി കേടാക്കാൻ നിൽക്കാതെ എന്നെ അഴിച്ചുവിട്. വിടാലോ. നിന്നെ വിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ വീട്ടിലേക്കല്ല, പരലോകത്തേക്ക്. അത് ഇപ്പോഴേ ചെയ്യാം. പക്ഷേ ഞങ്ങൾ എന്തിനാ കാത്തു നിൽക്കുന്നത് എന്ന് നിനക്കറിയണ്ടേ? ചാവുന്നതിന് മുൻപ് നിന്റെ പെണ്ണിൻ്റെ നിക്കാഹ് കാണിച്ചു തരാം എന്ന് കരുതി. അബിക്ക് അവർ പറയുന്നത് മനസ്സിലായില്ല. അയ്യോ, മണവാളൻ ചെക്കന് മനസ്സിലായില്ല. നല്ല പോലെ പറഞ്ഞു കൊടുക്ക് കാക്കൂ. അതായത് നിന്റെ എൻഗേജ്മെൻറ്റിന് ഒരുത്തനെ അടിച്ച് സൈഡാക്കിയില്ലേ, അവന് നിന്റെ പെണ്ണിനെ കിട്ടാൻ ഞങ്ങളൊന്ന് സഹായിച്ചതാ. അബിക്ക് അത് കേട്ട് വല്ലാതെ ദേഷ്യം വന്നു. അവൻ അവിടെ നിന്നും എഴുന്നേൽക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ അവൾ സമ്മതിക്കില്ല. അതറിയാം. അതുകൊണ്ടല്ലേ നിന്നെ പൊക്കിയത്. നിന്നെ കൊന്നാൽ മാത്രം മതിയെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. ഇത് അവളോട് വിലപേശാൻ വേണ്ടിയാണ്. നിന്നെ വെച്ച്, നിന്റെ ജീവൻ വെച്ച്. അതിൽ മാത്രമേ അവൾ വീഴൂ എന്നറിയാവുന്നത് കൊണ്ട്. പക്ഷേ എങ്ങനെയായാലും നിന്നെ കൊല്ലും എന്നുള്ളത് ആ നിയാസ് പൊട്ടന് അറിയില്ല കേട്ടോ. അവൻ്റെ മുന്നിൽ ഞങ്ങൾ അവനെ സഹായിക്കുകയാണ്. അവനെ നീ തല്ലിയത് അറിഞ്ഞ് ഞങ്ങൾ ചെന്നിരുന്നു ഹോസ്പിറ്റലിൽ അവനെ കാണാൻ. അവൻ നിന്റെ പെണ്ണിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവനോട് നീ അവളുടെ എൻഗേജ്മെൻറ്റ് എങ്ങനെയാടാ മുടക്കിയത് എന്ന് പറഞ്ഞു.
അവൾക്ക് നിന്നോട് പ്രണയമല്ല സഹതാപമാണെന്നും അതോടെ അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന വാശി അവനിൽ വീണ്ടും ഉയർന്നു. സഹായിക്കാൻ കൂടെ നിൽക്കാമെന്ന് ഞങ്ങളും വാക്കുകൊടുത്തു. പക്ഷേ നിനക്കൊരു കാര്യം അറിയോ? അവനൊരു പപ്പറ്റ് മാത്രമാണ്. ഇപ്പോൾ ആർക്കും ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയില്ല. നിനക്കെന്തെങ്കിലും പറ്റിയാലും അത് അവൻ ചെയ്തത് ആയേ വരൂ. അവർ പറയുന്നത് കേട്ട് അഭി അവരെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ്? എപ്പോഴെങ്കിലും ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ നിയാസിനെ പറഞ്ഞില്ലേ പപ്പറ്റ് എന്ന്. അപ്പോൾ നിങ്ങളും അത് തന്നെയല്ലേ എൻ്റെ വീട്ടിലുള്ള ആ സ്ത്രീയുടെ പപ്പറ്റ്? ഡാ വേണ്ട, വെറുതെ ഞങ്ങളുടെ അമ്മായിയെ പറയണ്ട. ഉമ്മയും ഉപ്പയും പോയതിനു ശേഷം ഞങ്ങളെ സഹായിച്ചതും സ്നേഹിച്ചതും അവരാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തതും. ആണോ? ഉറപ്പാണോ നിങ്ങൾക്ക്? അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഉപയോഗിക്കുകയാണ് അവർ നിങ്ങളെ, സ്വന്തം സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടി. അവരുടെ ശത്രുത നിങ്ങളിലേക്ക് പകർന്നു തന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഞങ്ങൾക്ക് ആരുമില്ലാതായത്. എങ്ങനെ? ഞങ്ങൾ അന്ന് 6ഉം 9ഉം വയസ്സുള്ള കുട്ടികളാണ്. ഞങ്ങൾ എന്തോ ചെയ്തെന്നാണ് പറയുന്നത്? എന്നെ നിങ്ങളുടെ ഉപ്പയിൽ നിന്ന് രക്ഷിക്കാനാണ് അവൾ ശ്രമിച്ചത്. അതിന് അവളെ കൊല്ലാൻ നോക്കിയാൽ അവളുടെ വീട്ടുകാർ നോക്കി നിൽക്കുമോ? പിന്നെ നിന്റെ ഉമ്മ മരിച്ചത് ഞങ്ങൾ കാരണമല്ല. നിന്റെ ഉപ്പയുടെ സ്വഭാവ വൈകൃതം അറിഞ്ഞ് മനസ്സ് മടുത്താണ്. എന്തെങ്കിലും അറിയാതെയാണെങ്കിൽ നിങ്ങൾക്ക് ഉമ്മ നഷ്ടമാവാൻ ഒരു കാരണമായി എന്ന അവളുടെ സങ്കടമാണ് ഇന്നത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസവും തൊഴിലും. അവർ രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നില്ലേ? അത് ചിറക്കൽ ഗ്രൂപ്പ്സ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയാതിരുന്നത് നിങ്ങളുടെ അമ്മായിയുടെ കുബുദ്ധിയാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിങ്ങളെ അവർക്ക് വേണമായിരുന്നു. അഭിയുടെ വാക്കുകൾ അവരുടെ ചിന്താമണ്ഡലത്തെ പിടിച്ചു കുലുക്കാൻ തുടങ്ങി. തൻ്റെ ഉദ്യമം ഫലം കാണുന്നു എന്നതിൽ അഭിയുടെ ചുണ്ടുകളിലും ഗൂഢമായ ഒരു പുഞ്ചിരി വിടർന്നു. തറവാടിൻ്റെ മുറ്റത്ത് വന്ന് നിർത്തിയ കാറിൽ നിന്നും നിയാസ് പുറത്തിറങ്ങി. വെള്ള കുർത്തയും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കുന്നു എന്ന സന്തോഷം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു. അവൻ്റെ പിന്നാലെയുള്ള വണ്ടികളിൽ നിന്ന് അവൻ്റെ അടിയാളുകളും പുറത്തിറങ്ങി. പന്തലിലേക്ക് കയറിയ അവൻ അവിടെയുള്ളവരിൽ തൻ്റെ പ്രിയപ്പെട്ട മുഖം തിരഞ്ഞു. പക്ഷേ നിരാശയാണ് ഫലം. ആ മുഖങ്ങളിലെല്ലാം തന്നോടുള്ള വെറുപ്പ് അവൻ തിരിച്ചറിഞ്ഞു. അവൻ നടന്നു ചെന്ന് ഷായുടെയും കാസിമിൻ്റെയും മുന്നിൽ വന്ന് നിന്നു. അപ്പോൾ എങ്ങനെയാ? നിക്കാഹ് തുടങ്ങുകയല്ലേ? അഭി എവിടെ? അയ്യോ, അവനിപ്പോൾ വരില്ല. നിക്കാഹ് കഴിയട്ടെ. അത് കഴിഞ്ഞാൽ അവൻ ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ എത്തും. അതിനു മുൻപ് എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം. എവിടെ അവള്? തൻ്റെ റൂമിൽ തൻ്റെ കൈകളിൽ മുഖം പൂഴ്ത്തി കുഴിഞ്ഞിരിക്കുകയായിരുന്നു ആദി. അവളുടെ സങ്കടം കണ്ണു നിറച്ച് കാണാൻ വേണ്ടി മാത്രം ഷബാന ആ റൂമിൽ ഉണ്ടായിരുന്നു. ചുമരിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി അവളത് ആവോളം ആസ്വദിച്ചു. ഓരോരുത്തരായി ആദിയെ ആശ്വസിപ്പിച്ച് അവളെ കുറച്ചു സമയം തനിയെ വിടാനായി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ആരും ശ്രദ്ധിക്കാതെ അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, ജയിച്ച ഭാവത്തോടെ. അപ്പോഴാണ് അങ്ങോട്ട് നിയാസ് കടന്നു വന്നത്. അവൻ ഷബാനയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കയ്യിൽ ആരോ പിടിച്ചത് കണ്ടതും ആദി തല ഉയർത്തി നോക്കി. തൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് നിയാസ്. ആദി, അറിയാം നിനക്കൊരുപാട് വിഷമമുണ്ടെന്ന്. പക്ഷേ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അതെല്ലാം മായ്ച്ചു കളയും. ഇനി ഒരിക്കലും അവനെ ഓർക്കാത്ത വിധം ഞാൻ നിന്നെ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. അവൻ അവളുടെ മുടിയിഴകളെ ചെവിക്ക് പിറകിലേക്ക് നീക്കിവെച്ചു. അവൻ്റെ കൈ അവളുടെ കവിളിൽ വിശ്രമിച്ചു. അവളുടെ വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്നു കലങ്ങിയ കണ്ണുകളും അവൻ അവഗണിച്ച്. അറിയാം ചെയ്തത് തെണ്ടിത്തരമാണെന്ന്. പക്ഷേ ഇത് തന്നെയല്ലേ അവനും ചെയ്തത്? അവനും നിന്റെ സ്നേഹം ഇതുപോലെ പിടിച്ചു വാങ്ങാൻ അല്ലേ ശ്രമിച്ചത്? എന്നിട്ടും നീ അവനെ സ്നേഹിക്കുന്നില്ലേ? ഇതുപോലെ എന്നെയും സ്നേഹിക്കാൻ നിനക്ക് സാധിക്കും. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഒരു കുഴപ്പവും കൂടാതെ അവനിവിടെ എത്തും. അതല്ല എങ്കിൽ എനിക്ക് അവനെ വേദനിപ്പിക്കേണ്ടി വരും. അതിന് നീ ജീവനോടെ വേണ്ടേ? എന്താണ് അവൾ പറഞ്ഞതെന്ന് മനസ്സിലാവും മുൻപ് അവളിരുന്ന വുഡൻ ചെയർ എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിച്ചിരുന്നു. തലയാകെ ഒരു മരവിപ്പ് തോന്നി അവൻ നിലത്തേക്ക് വീണുപോയി. ദേഷ്യം തീരാതെ അവൾ അവനെ വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടേയിരുന്നു. അവൻ്റെ തല പൊട്ടി രക്തം ആദിയുടെ മുഖത്തേക്ക് തെറിച്ചു. അവൻ്റെ ശരീരം നിശ്ചലമാകുന്നത് വരെ അവളത് തുടർന്നു. മുഖത്ത് യാതൊരു പതർച്ചയുമില്ലാതെ അവൾ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി നിന്നു. ഷബാന എല്ലാം കണ്ട് ധരിച്ചു നിന്നു. വർഷങ്ങൾക്ക് മുൻപ് അവളിൽ കണ്ട അതേ ഭ്രാന്ത് വീണ്ടും കണ്ടതും ശ്വാസം പോലും എടുക്കാൻ മറന്നു നിന്നു. ആദി പതിയെ തല ചെരിച്ച് അവളെ നോക്കി. മുഖത്തെ രക്തം വിരലുകൾ കൊണ്ട് തുടച്ചു മാറ്റി ക്രൂരമായി അവളൊന്ന് പുഞ്ചിരിച്ചു. തന്നിലേക്ക് വന്നിരുന്ന അവളുടെ ചുവടുകൾ ഷബാനയിൽ ഒരു വിറയൽ സൃഷ്ടിച്ചു. നിസ്സഹായത എന്നൊരു ഭാവമേ അവൾക്കില്ല എന്ന് തോന്നി. അഭി ഒരിക്കലും അവളുടെ ദൗർബല്യമല്ല എന്നും അവനിൽ നിന്ന് അവളെ പിരിച്ചെടുക്കുന്നവരെ മുച്ചൂടും നശിപ്പിക്കുമെന്ന രീതിയിലാണ് അവൾ. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല.
ഇവിടെ അരങ്ങേറിയതിൽ എൻ്റെ പങ്ക് ആദ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന സത്യം മനസ്സിലായെങ്കിലും അവൾ വെറുതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്തത്? നിന്റെ മകന് വേണ്ടി അല്ലേ? അവൻ എവിടെ എന്ന് നോക്കിയോ നീ? ചുണ്ടിൽ ചിരിയോടെ അവൾ അത് പറഞ്ഞതും തൻ്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി ശബാനയ്ക്ക്. എൻ്റെ മോൻ അവൻ എവിടെ?